السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أن نبهان رضي الله عنه مولى أم سلمة رضي الله عنها أنه حدثته أن أم سلمة حدثته أنها كانت عند رسول الله صلى الله عليه وسلم وميمونة. قالت فبينما نحن عنده أقبل ابن أم مكتوم فدخل عليه وذلك بعدما أمرنا بالحجاب. فقال رسول الله صلى الله عليه وسلم احتجبا منه. فقلت يا رسول الله أليس هو أعمى لا يبصرنا ولا يعرفنا؟ فقال رسول الله صلى الله عليه وسلم أفأميوان أنتما ألستما تبصرانه വറവാഹു തുർമദി. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പ്രിയ പണ്ഡിതന്മാരെ, സ്ത്രീകളുടെ ചില തെറ്റിദ്ധാരണകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബ്ഹാൻ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം. ഉമ്മി സൽമ റളിയല്ലാഹു അൻഹയുടെ മൗലിയായ നബ്ഹാൻ റളിയല്ലാഹു അൻഹു അവര് പറഞ്ഞിരിക്കുന്നു, അന്ന ഉമ്മ സലമത്ത ഹദ്ദസ്തോ കാനത്ത് ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനും മൈമൂന ബീബി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലായിരുന്നപ്പോൾ, ഒരു ദിവസം നബി തങ്ങളുടെ അടുക്കലിരുന്നപ്പോൾ കാലത്ത് അവിടുന്ന് പറയുന്നു, ഫബൈനമാ നഹനു ഇൻദഹു അഖ്ബല ഇബ്നു ഉമ്മി മക്തൂം. അങ്ങനെ ഞങ്ങളുടെ നബി തങ്ങളുടെ അടുക്കൽ അവിടെ ഇരുന്നപ്പോൾ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് കടന്നു വന്നു. ഉമ്മി മക്തൂം എന്ന് പറഞ്ഞാൽ അധികം രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു അന്ധനായ ഒരു മനുഷ്യനാണ്. അധികം നബി തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. കാലത്ത് ഫദഖല അലൈഹി, അധികം അവിടത്തേക്ക് കടന്നു വന്നു. വദാലിക ബഅദമ ഉമിർന ബിൽ ഹിജാബി, ഇത് ഹിജാബ് കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടതിന്റെ ശേഷമായിരുന്നു. ഹിജാബ് കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടതിന്റെ ശേഷമായിരുന്നു. സ്ത്രീകൾ അന്യപുരുഷന്മാരിൽ നിന്ന് മറഞ്ഞു നിൽക്കണം, അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല എന്നുള്ള നിയമം വന്നതിന്റെ ശേഷമായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഹ്തജിബാ മിൻഹു, നിങ്ങൾ ഇദ്ദേഹത്തെ തൊട്ട്, ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹയെ തൊട്ട് നിങ്ങൾ എന്താക്കുക, മറഞ്ഞു നിൽക്കുക. അദ്ദേഹം നിങ്ങളെ കാണണ്ട, നിങ്ങൾ എന്താക്കുക, മറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, നബിയെ, അദ്ദേഹം അന്ധനാണ്, കണ്ണ് കാണാത്തവനാണ്, അദ്ദേഹം കാണുകയില്ല, അദ്ദേഹത്തിന് ഞങ്ങളെ അറിയുകയുമില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ പറഞ്ഞു, അഫഅമ്യവാനി അൻതുമാ, നിങ്ങൾ രണ്ടാളും കുരുടന്മാരല്ലല്ലോ, നിങ്ങൾ രണ്ടാളും കണ്ണ് കാണാത്തവരല്ലല്ലോ, അലസ്തുമാ തുബ്സിറാനി, നിങ്ങൾ രണ്ടാളും അദ്ദേഹത്തെ കാണൂലേ, അത് കാണാൻ പാടില്ലല്ലോ എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞു. അപ്പൊ കണ്ണ് കുരുടനാണെങ്കിലും ഇവിടെ നിങ്ങൾ അവരെ കാണുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ മറഞ്ഞിരിക്കണമെന്ന് മുത്തനബി തങ്ങൾ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾ അങ്ങോട്ടേക്ക് നോക്കലും ഇങ്ങോട്ടേക്ക് നോക്കലും ഒക്കെ അത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, പുരുഷന്മാർക്ക് മാത്രമേ സ്ത്രീകളെ നോക്കാൻ പാടില്ലാത്തതുള്ളൂ എന്നുള്ള ചില തെറ്റിദ്ധാരണകൾ ചില സ്ത്രീകൾക്ക്. അത് അങ്ങനെയല്ല ഇസ്ലാമിക വിധി. അങ്ങോട്ട് നോക്കലും ഇങ്ങോട്ട് നോക്കലും, സ്ത്രീകൾ പുരുഷന്മാരെ നോക്കലും പുരുഷന്മാർ സ്ത്രീകളെ നോക്കലും ഒക്കെ ഇസ്ലാമിക ദൃഷ്ടിയിൽ അത് ഹറാമു തന്നെയാണ്, തെറ്റാണ്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതാണ്. ഹറാമു ജീവിതത്തിൽ വന്നു പോകുന്നതിനെ തൊട്ട് സൂക്ഷിക്കേണ്ടതാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ അന്യവർ തന്നെയാണെന്നുള്ള ബോധത്തോടുകൂടെ നമ്മൾ അവരുമായി ഇടപഴകേണ്ടതാണ്. ഒരുപാട് ഹദീസുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു അന്യ സ്ത്രീയും ഒരു പുരുഷനും ഒരു സ്ഥലത്ത് ഒറ്റക്കാകരുത് എന്നും, അവിടെ ഒറ്റക്കായാൽ അവിടെ മൂന്നാമതൊരാൾ പുരുഷൻ ഒരു ശൈത്താൻ വന്ന് മൂന്നാമതൊരാളായി അവിടെ വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആയതിനാൽ അന്യപുരുഷന്മാരെ നോക്കുന്നതിൽ നിന്നും അവരുമായി ഇടപഴകുന്നതിൽ നിന്നും നമ്മൾ പരമാവധി വിട്ടുനിൽക്കണമെന്ന് വളരെ വിനയത്തോടെ ഉണർത്തുകയാണ്. അള്ളാഹു എല്ലാവിധ മുത്തനബി തങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി
അവിടുത്തെ ആശിക്കായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.